കേട്ട ആയത്താണ് ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. ഇങ്ങനെ തുടങ്ങിയിട്ട് ഖുർആനിന്റെ മഹത്വമാണ് നാം കേട്ടത്. റമളാൻ എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ അവതീർണമായ മാസമാണ്. ഈ ഖുർആൻ ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഹിദായത്താക്കുന്നതാണ്, നേർവഴി കാണിച്ചു കൊടുക്കുന്ന ഖുർആൻ. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ഈ ഖുർആൻ വ്യക്തമായ തെളിവുകൾ നമുക്ക് നൽകും. ഹിദായത്തുണ്ടാകാൻ, സത്യം അസത്യവും വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള എല്ലാ തെളിവും ഈ ഖുർആനിൽ കാണാം. എന്നാൽ റമളാൻ മാസം ഖുർആൻ അവതീർണമായ മാസം എന്ന് പറഞ്ഞു. മറ്റൊരു സ്ഥലത്തിൽ പറയുന്നത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി നാം ഖുർആൻ അവതീർണമാക്കി. അപ്പോ റമളാൻ മാസത്തിൽ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമുക്ക് പഠിച്ചതനുസരിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 കൊല്ലം കൊണ്ടാണ് ഖുർആൻ സമ്പൂർണ്ണമായതെന്ന് നമുക്കറിയാം. 40-ാം വയസ്സിൽ നുബുവത്ത് തൊട്ട് തുടങ്ങിയ ഖുർആൻ 63 വയസ്സ് വരെയാണ് അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത്. ഇതും രണ്ടും എങ്ങനെ യോജിപ്പിക്കാം? റമളാൻ മാസത്തിൽ ഖുർആൻ അവതീർണമായി, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഖുർആൻ അവതീർണമായി എന്ന് പറയുന്നു. പക്ഷെ 23 കൊല്ലം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി കിട്ടി എന്ന് പറയുമ്പോൾ ഇതിലേക്ക് പണ്ഡിതന്മാർ ജവാബായി പറയുന്നത്, ഒന്ന്, ഖുർആൻ ഇറങ്ങാൻ തുടങ്ങിയത് അത് റമളാനിന്റെ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണ്. ഒരു മറുപടി. രണ്ടാമത്തെ മറുപടി, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ 6000 ചില്ലറ വരുന്ന ആയത്തുകൾ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് ലൗഹ്, ഖലം, കുർസി, ഇതെല്ലാം എങ്ങനെ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ സൃഷ്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാം രേഖപ്പെടുത്തിയത്, ഒരു മനുഷ്യന്റെ ജനനം തൊട്ട് മരണം വരെയുള്ള ഓരോ വിഷയങ്ങളും ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. അതുപോലെ ഖുർആൻ പൂർണ്ണമായും ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയതാണ്. ആ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തിൽ ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടത്തേക്ക് സമ്പൂർണ്ണമായും ഖുർആൻ മൊത്തമായും ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി അവതീർണമായി. പിന്നീട് 23 കൊല്ലം കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്ദർഭാനുസാരം ഓരോ ആയത്തുകൾ ഓതി കൊടുത്തു എന്ന് മറ്റൊരു മറുപടിയാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ആദ്യം ഖുർആൻ അവതീർണമായ ഒരു സന്ദർഭം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ ഒരു മലയാണ് അവിടെ ജബലുൽ നൂർ എന്ന പർവ്വതം, അവിടെ പോയവർക്കറിയാം, കയറി പോകണം. ഒരുപാട് ആ കാലത്ത് ഇപ്പൊ സ്റ്റെപ്പെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ കാലത്ത് ഒന്നും സൗകര്യമില്ലാത്ത സമയത്ത് അത്രയും മുകളിൽ കയറി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പാറയുടെ അടിഭാഗത്തിൽ ഇരുന്ന സ്ഥലം നമുക്ക് കാണാം. അവിടെയാണ് ഇരുന്ന് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ സന്ദർഭമാണ്. അവിടുന്ന് പെട്ടെന്നായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നത്, ഇഖ്റ, ഓതുക. കണ്ടപ്പോൾ തന്നെ പേടിച്ചു പോയി. അവിടെ പറഞ്ഞു, മാമനബിൽ ഖാരിഇൻ, ഞാൻ ഓത്തറിയുന്ന ആളല്ല, ഞാൻ ഓത്തു പഠിച്ച ആളല്ല. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു,
അനച്ചുകൂട്ടി അവിടുന്ന് നബിതങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വീണ്ടും ഒഴിവാക്കി പറഞ്ഞു, ഓതുക. അപ്പോൾ പറഞ്ഞത് മാ അനബിക്കാരി, ഞാൻ ഓത്തു പഠിച്ച ആളല്ല. മൂന്നാമതും അവിടുന്ന് കൂട്ടി പിടിച്ചു. അവസാനം പറഞ്ഞു ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അതുവരെയാണ് ആദ്യമായി ഓതി കൊടുത്തത്. എന്നാൽ അതിന്റെ ആശയം നിങ്ങൾ ഓതുക, അള്ളാഹുവിന്റെ പേര് കൊണ്ട് നിങ്ങൾ ഓതുക. അല്ലദീ ഖലഖ്, തങ്ങളെ പടച്ചതായ റബ്ബിന്റെ പേര് കൊണ്ട് തങ്ങൾ ഓതുക എന്ന് തുടങ്ങി ഇങ്ങനെ ചില ആയത്തുകൾ ഓതിക്കൊടുത്തു. ഈ ആയത്ത് കേട്ടത് മാത്രമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വല്ലാതെ പേടിച്ചുപോയി. ആദ്യമായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നത്. അങ്ങനെ പെട്ടെന്നായി അവിടുന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, സബ്ബിലൂനി സബ്ബിലൂനി, എന്നെ പുതപ്പിട്ടൊന്ന് മൂടുക, എനിക്ക് വല്ലാതെ പേടി അനുഭവപ്പെടുന്നു. അങ്ങനെ ഖദീജ ബീവി നോക്കി നിങ്ങൾ ചെയ്ത വിഷയങ്ങൾ 3 കാര്യമാണ് ഖദീജ ബീവി ചെയ്തത്. ഒരു ഭർത്താവിന് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ, പേടിച്ചാൽ, അതെങ്കിലും ഒരു കുടുക്കിൽ കുടുങ്ങിയാൽ ഭാര്യമാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഖദീജ ബീവി ചെയ്തത്. ഖദീജ ബീവി ആദ്യമായി എന്താണ് ചെയ്തത്? അവിടുന്ന് സാന്ത്വനത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കും. കല്ലാ അബ്ശിർ, അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല, താങ്കൾ സന്തോഷിക്കുക, ഹാപ്പി ആവുക. ഫവല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ, ഒരിക്കലും തങ്ങളെ അല്ലാഹു കൈവിടുകയില്ല, തങ്ങളെ അല്ലാഹു വശലാക്കുകയില്ല. കാരണം എന്താണ്? നിങ്ങൾ നോക്കൂ, ഈ വിഷയങ്ങൾ നാം എഴുതി വെച്ച് പഠിക്കേണ്ട, പാഠം ഉൾക്കൊള്ളേണ്ട, അനുസരിക്കേണ്ട, ജീവിതത്തിൽ പകർത്തേണ്ട വിഷയങ്ങളാണ്. നിങ്ങൾക്ക് അല്ലാഹു സഹായിക്കും, അല്ലാഹു കൈവെടിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ വിശേഷിപ്പിച്ച് പറഞ്ഞ സ്വഭാവങ്ങൾ നിങ്ങൾ നോക്കൂ. അവിടുത്തെ 4 സ്വഭാവങ്ങൾ നിങ്ങൾ എടുത്തു പറയുന്നു. നിങ്ങൾ ഈ സ്വഭാവങ്ങൾ ഉള്ളത് കൊണ്ട് അല്ലാഹു നിങ്ങളെ ഒഴിവാക്കുകയില്ല, അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. എന്നാൽ ഒന്നാമത് പറഞ്ഞത് ഇന്നക ലതസിലുർ റഹിമ, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നു. ഒന്നാമതായി പറഞ്ഞത് നിങ്ങൾക്ക് കുടുംബ ബന്ധം ചേർക്കുന്ന സ്വഭാവമുണ്ട്. രണ്ടാമതായി പറയുന്നത് വതസ്തുഖുൽ ഹദീഥ, നിങ്ങൾ സത്യം പറയുന്നു, നിങ്ങൾ ഒരിക്കലും കളവ് പറയാത്ത. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവരാകണം. 2, സത്യം പറയുന്നവരാകണം. വതഹ്മിലുൽ കല്ല, നിങ്ങൾ ദുർബലരെ ഏറ്റെടുക്കുന്നു. ഒന്നും കഴിവില്ലാത്ത, ഒന്നിനും ശക്തിയില്ലാത്ത, ആവതില്ലാത്തവരെ നിങ്ങൾ ഏറ്റെടുത്ത് അവരുടെ കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കുന്നു. ഇങ്ങനത്തെ സ്വഭാവം നിങ്ങൾക്കുണ്ട്. 4മതായി പറയുന്നു വതഖ്റിൽ വൈഫ, നിങ്ങൾ വിരുന്നുകാരെ സൽക്കരിക്കുന്നു. വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരെ സൽക്കരിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട്. 5മതായി പറയുന്നത് വതുഈനു അലാ നവാഇബിൽ ഹഖ്, എന്തെല്ലാം നല്ല കാര്യങ്ങൾ, സത്യത്തിന്റെ വിഷയങ്ങളുണ്ടോ അതിലേക്കെല്ലാം നിങ്ങൾ സഹായിക്കുന്നു. ഈ 5 സ്വഭാവങ്ങൾ ഉള്ളത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ അല്ലാഹു തആല കൈവെടിയുകയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ 5 സ്വഭാവങ്ങൾ നമുക്കും പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. ഒന്ന് ഖദീജ ബീവി ചെയ്തത് ആശ്വസിപ്പിക്കുന്ന സമാധാനത്തിന്റെ വാക്കുകൾ പറയുന്നു. രണ്ടാമതായി എന്ത് ചെയ്തു? അവിടുന്ന് പുതപ്പിട്ട് മൂടുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വീട്ടിൽ കിടന്നുറങ്ങുന്നു. അവിടുന്ന് പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല. എത്ര 3 മാസക്കാലം അവിടത്തേക്ക് വഹി കിട്ടിയില്ല. പിന്നീടാണ് അവിടുന്ന് എന്താക്കിയത്? കയ്യിൽ നിങ്ങൾക്ക് ഖദീജ ബീവി ചെയ്ത 3 വിഷയങ്ങൾ. ഒന്ന് സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞു. രണ്ടാമതായി പുതപ്പിട്ട് മൂടി അവിടുന്ന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, ആശ്വസിപ്പിച്ചു. മൂന്നാമതായി അവിടുന്ന് കൊണ്ടുപോയി എവിടത്തേക്ക്? വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന ഖദീജ ബീവിയുടെ മൂത്താപ്പാന്റെ മകനുണ്ടായിരുന്നു. അയാളുടെ എന്താണ് ഒരു
ക്രിസ്ത്യാനിയായിരുന്നു ആദ്യകാലത്തിൽ. പക്ഷേ ആ ഇഞ്ചിയിലും മറ്റുമെല്ലാം ഗ്രന്ഥങ്ങൾ പഠിച്ച, അതിന്റെ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കിയ അവിടുന്ന് ഇഞ്ചിയില് യഹൂദുകാർ ആയിരുന്നു. അതുപോലെ പല വിഷയങ്ങളും അറിയുന്ന ആളായതുകൊണ്ട് തന്നെ അവിടത്തേക്ക് കൊണ്ടുപോയി. ഖദീജ ബീവി സ്വന്തമായി രക്തങ്ങളെ കൊണ്ടുപോയി അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്കുള്ള സഹോദരന്റെ മകൻ ഇതാ, എന്റെ ഭർത്താവ് എന്തോ പറയുന്നു, അത് കേൾക്കുക. അവിടുന്ന് ചോദിച്ചറിഞ്ഞ് എന്താണ് സംഭവിച്ചത്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് വന്ന ആ നാമൂസ് അതായിരിക്കും. മൂസ നബി അലൈഹിസ്സലാമക്ക് വഹി അറിയിച്ചു കൊടുത്ത അതേ ജിബ്രീലിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അത് മലക്ക ആകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അവിടുന്ന് വറഖത്ത് ബിൻ നൗഫൽ പറയുന്നു, നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. എന്താണ്? അവിടുന്ന് നിങ്ങൾക്കുള്ള നാട്ടുകാരായ മക്കക്കാർ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കും. പക്ഷേ ഇത് എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായ സംഭവമാണ്. എന്ത് ഒരു നുബുവത്ത് കൊണ്ടുവന്നാലും അവിടുന്ന് എതിർക്കുന്ന, അവിടുന്ന് തീരെ ശത്രുത വെക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിട്ടല്ലാതെ ഉണ്ടാവുകയില്ല. അങ്ങനെ നിങ്ങൾക്കും അത് ഉണ്ടാകും. അപ്പൊ നിങ്ങളുടെ ചോദ്യം, അവ മുഖ്രി ചെയ്യാം, എന്റെ നാട്ടുകാരനെ പുറപ്പെടുവിക്കുമോ? എന്റെ ഇത്രയും സ്നേഹിക്കുന്ന അൽ അമീൻ എന്ന് വിളിക്കുന്ന ഈ മക്കക്കാരന്റെ നാട്ടിൽ നിന്ന് പുറപ്പെടുവിക്കുമോ, നാട്ടിൽ പുറത്താക്കുമോ എന്ന് ചോദിച്ചു. അതെ, ആ സമയത്ത് ഞാൻ ഉണ്ടാവുമായിരുന്നെങ്കിൽ നിങ്ങൾ ഞാൻ സഹായിക്കുമായിരുന്നു എന്ന് അവിടുന്ന് വറഖത്ത് ബിൻ നൗഫൽ പറയുന്നു. എന്നിട്ട് അവിടുന്ന് സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞു പിന്തിരിഞ്ഞു വരുന്നു. പിന്നീടാണ് അല്ലാഹു തആല യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന ആയത്ത് ഇറക്കി കൊടുക്കുന്നത് രണ്ടാമതായി. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ മനസ്സിലാക്കാറുണ്ട്. ഖദീജ ചെയ്ത വിഷയങ്ങൾ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ ആദ്യ ഭാഗം ആയത്തുകൾ, ഇതെല്ലാം ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. അവസാനമായി അവിടുന്ന് 23 കൊല്ലം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് ഇറക്കി കൊടുത്ത അവസാനമായി ഇറങ്ങിയ ആയത്താണ് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഇങ്ങനെ ഖുർആൻ പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 കൊല്ലം കൊണ്ടാണ് അവതീർണമായത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാർത്ഥമായ തനതായ രൂപത്തിൽ മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അർഹമർ റഹീമായ അല്ലാഹ്.